ഹായ്, ഗുഡ് മോർണിംഗ്. കുറച്ചധികമായില്ലേ അല്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്? അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ദിവസം അങ്ങ് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പോകേണ്ട ദിവസം തന്നെയാണ്. വാവാച്ചിക്ക് ഇന്ന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് റെഡ് കളർ ഡ്രസ്സ്, റെഡ് ഫുഡ് എല്ലാം റെഡാണ്. റെഡ് ക്യാപ്പ്, റെഡ് ബലൂണ് എല്ലാം റെഡ് വേണം. അപ്പോൾ ഞാൻ അവൾക്ക് ഫ്രൂട്ട്സ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചത്, റെഡ് കളർ. അപ്പോൾ രായിഷിന് ദോശയും ചട്നി ആക്കുന്നുണ്ട്. അപ്പോൾ അധികമൊന്നും വേണ്ട, കുറച്ച് എൻ്റെ അടുത്ത് മാവും ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യലാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ട് ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ ഡയറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അരി ഭക്ഷണം കുറച്ച് കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ മടി കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുവിടും, സ്വാഭാവികം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് 4 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടൊന്നല്ല, അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ദോശ ഇതൊക്കെ ആയി, ഇതാണ് ഫുഡ്. അങ്ങനെ അവളെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് ഞാനിതാ വാവാച്ചിനെ വിളിക്കുകയാണ്. എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പോയിട്ട് അവളെ ഒന്ന് സെറ്റാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഇന്ന് സ്കൂളിൽ സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നമില്ലായിരുന്നു. തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഉറങ്ങാൻ നല്ല സുഖമാണ്. അപ്പോൾ വിളിക്കാനും ചെറിയൊരു മടി തോന്നും ചില ദിവസങ്ങളിൽ. പിന്നെ എന്ത് ചെയ്യാനാ, അങ്ങനെ ഇതാ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ്. എന്നാലും വേഗം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതും പിന്നെ ഫുള്ള് ഒരു ഓട്ടായിരിക്കും. അങ്ങനെ ഞാനിതാ ഇവരുടെ ബാഗിലൊക്കെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെക്കാണ്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി 10 ഡേയ്സ് സ്കൂളില്ല. ഇനി ജനുവരി 2-ാം തീയതി സ്കൂളിലേക്ക് പോകണം. അതുകൊണ്ടൊരാശ്വാസമാണ്. ഇത് പിന്നെ ഹാഫ് ഡേയും കൂടിയാണ്. അപ്പോൾ ഇവർക്ക് സ്കൂളിലേക്ക് റെഡ് ബലൂണും ക്യാപ്പൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടുമ്പോൾ ഫുള്ള് നമ്മൾ അലമ്പായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ണൊക്കെ ഒന്ന് എഴുതി ഇന്ന് കുറച്ച് മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ച് ഇങ്ങനെയൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല. മാലയും വളയൊന്നും ഇടാൻ പാടില്ല. അപ്പോൾ ഇന്ന് സെലിബ്രേഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആളിതാ റെഡിയായി. അങ്ങനെ ഇതാ ഇവർ പോവാന്ന്. തണുപ്പായതുകൊണ്ട് ഫുള്ള് സെറ്റായിട്ടേ പോകാൻ പറ്റും. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാനിതാ കിടക്കാൻ വെച്ച് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കിടന്നിട്ടേ ഉള്ളൂ. ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. അതിനുശേഷം ആ കിടത്തൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കുറച്ച് നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കും. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഇതാ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ചെറുപയറുണ്ടായിരുന്നു. ചെറുപയറിനെ ഒരു സംഭവമാക്കി എടുക്കാമെന്ന് വെച്ച്. അതിനെന്താ കറിയെന്നൊന്നും പറയാനാവില്ല, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ ചപ്പാത്തി, നമുക്ക് ചപ്പാത്തിയും പിന്നെ ഇവർക്ക് ചോറും, അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ വേസ്റ്റ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോൾ അടുത്ത പണി വീണ്ടും തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ ഫോൺ അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതും ഒരു രസമാണ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ കാണുന്നത്? അപ്പോൾ പണിയും നടക്കും, എല്ലാം ഒരേ സമയത്ത് അങ്ങ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചെറുപയറിലേക്ക് മറ്റേ തേങ്ങയും ഇതൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ കറിയാക്കി വെച്ച് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലേ, ഫോൺ നോക്കുന്നതാണ്. അപ്പം ഞാൻ പിന്നെ ചോറ് വെക്കേണ്ടിയിട്ട് ഇതാ അരിയൊക്കെ ഇട്ട്, പിന്നെ കുക്കറിലായതുകൊണ്ട് അത് പെട്ടെന്ന് ആയിക്കോളും, വലിയ പണിയില്ലാത്ത പരിപാടിയാണ്. പിന്നെ ഇതാ കറിയായി. പിന്നെ ഞാനിതാ ചപ്പാത്തി പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും ആയിക്കൊണ്ടേയിരിക്കുന്നത്. ചില ദിവസമെല്ലാം എല്ലാവർക്കും ചപ്പാത്തി തന്നെ ആക്കും. എപ്പോൾ ചോറൊന്നും ഉണ്ടാക്കില്ല, ഓരോ കറിക്കെല്ലാം അനുസരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത്, കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത്. ഇത് ഒലിവ് ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ അങ്ങ് കഴിച്ച്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ആരെയും കൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ അങ്ങ് കഴിച്ച്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും നോക്കൂലാന്ന്. അതിന് ശേഷം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇതാ ബ്ലാക്ക് കോഫിയും ഒരു ഡേറ്റ്സും. അപ്പോൾ അത് എന്താ പറയുക, മധുരം ഇല്ലാത്ത ബ്ലാക്ക് കോഫിയാണ്. എന്നിട്ടിതാ ഞാൻ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പാർട്ട്ണർ ഇല്ലയെന്ന്, ഞാൻ ഒറ്റക്കാണ് പോയത്. പക്ഷേങ്കിൽ എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട്. ഇവിടുന്ന് രായിച്ചിനില്ലായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ അവിടെ എത്തി. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഇതാ നമ്മൾ ജിമ്മിലേക്ക് എത്തി. ആരും ഉണ്ടാവില്ല ഈ സമയത്ത്, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. നമ്മൾ വൈകുന്നേരം ഒരു 5 മണി 5:30 ആകുമ്പം തന്നെ ഇറങ്ങും. അപ്പോൾ പിന്നെ അധികം ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കഴിയാനാകുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരും, അതുകൊണ്ട് സുഖമാണ്. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതാ അതിന് ശേഷം ഒരു കുളിയൊക്കെ കഴിഞ്ഞ്
ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ആ ചെറുപയറിൻ്റെ കറീനകത്തേക്ക് ഞാനൊരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് അങ്ങനെയാണ് കഴിച്ചത്. ആദ്യം അങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ ഒരു സുഖം കിട്ടിയില്ല. അപ്പോൾ ഒരു ചപ്പാത്തി റോളാക്കി അങ്ങനെ കഴിച്ച് ഒരു കട്ടൻ ചായയും കുടിച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.